ഗൈസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ, നമ്മുടെ രേണുസുധിയുടെ കുറച്ച് പുതിയ കണ്ടന്റുകളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ രേണുസുധിയുടെ ഒരു ചാറ്റാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് നമ്മുടെ ഷഫീന ബീബിയാണ് ഈ ചാറ്റ് പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ ആ കാര്യം ഇത് ആരാണ് എന്താണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും എന്നാണ് നമ്മുടെ ഷഫീന ബീബി പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു ചാറ്റ് എന്താണെന്ന് കണ്ടുനോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഈ ചാറ്റിൽ ഇവിടെ നമുക്ക് അറിയാം രേണുവിൻ്റെ അക്കൗണ്ട് തന്നെയാണ്, വേറെ ആരുടെയും അക്കൗണ്ടും അല്ല. കാരണം രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള ഉള്ള ഒരു നെയിമുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ വരുന്ന ആ സാരി ഉടുത്ത് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ തന്നെയാണ് കേട്ടോ. അപ്പം രേണുസുധിയുടെ ഒരു വീഡിയോയ്ക്ക് ഈ പുള്ളിയാണ് കുറേ ഇമോജീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് രേണു തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം രേണുവിൻ്റെ ഒരു ഓക്കെ, നമുക്ക് എന്തായാലും ഈ ചാറ്റ് വായിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ രേണു അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുകയാണ്, എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പം അതായത് ഡയറക്റ്റ് മീറ്റിന് എത്രയാവുമെന്ന് പറഞ്ഞിട്ടില്ല. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ ആൻഡ് വേറെ രേണുവിൻ്റെ വീണ്ടും ഒരു സ്റ്റോറിയാണ്. അപ്പോൾ സൺകിഷ്ഡ് എന്ന് പറഞ്ഞൊരു ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും കുറേ ഇമോജീസും ലൈക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് രേണുസുധിയുടെ വീഡിയോ, അതായത് സ്റ്റോറിക്ക് തന്നെ ഈ പുള്ളി കുറേ ഇമോജീസ് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ നാട്ടിൽ വരുന്നു, ഡയറക്റ്റ് മീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം രേണു പറയുന്നുണ്ട് ആക്കാം. എന്നിട്ട് അതായത് ഈ പുള്ളി ചോദിച്ചിട്ടുണ്ട് കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ സ്റ്റോറീസിനൊക്കെ റിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് രേണുസുധി മറ്റേ ലവ് ഒക്കെയാണ് ഗൈസ് കൊടുക്കുന്നത്. അപ്പം ഡയറക്റ്റ് മീറ്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറ്റും, യെസ് ആക്കാം എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു ചാറ്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും അത് ഏത് രീതിയിലുള്ള ഒരു ചാറ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ മനസ്സിലാവും അല്ലേ. അപ്പം ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം രേണുസുധിക്ക് ഇതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻസ് ആയിട്ട് വരാം. ഇതിന് മുന്നേ കുറേ ചാറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ലീക്ക് ആക്കിയിട്ടുള്ളത്. ഇത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഇത് ആൽബത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പല കാര്യങ്ങളും പറയാം. ബട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇറ്റ്സ് നോട്ട്, കുറച്ച് വശപ്പിശകും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ രേണുസുധിയുടെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണല്ലേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ആരൊക്കെ സപ്പോർട്ടായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ലൈക്കും ഷെയറും അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ചാനലിൽ മറ്റുള്ളവരുടെ വീഡിയോസ് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കാല് വെച്ചിട്ട് ഒരു ഫീറ്റ് ലവേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ കുറേ അമ്മമാരുണ്ട്. അവർക്ക് വേറെതാണ് അവരുടെ പരിപാടി. അപ്പം അവരൊക്കെ ആണെങ്കിൽ പോലും റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും റിപ്ലൈ കൊടുത്ത് അവരുടെ ചാറ്റുകളൊക്കെ പിൻ ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവരെ എടുത്തിട്ട് ഷെയർ ചെയ്യുകയും പിൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും രേണുസുധിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഇതുമായിട്ട് മുന്നോട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പക്ഷേ എനിക്ക് പല കണ്ടന്റുകൾ വരുമ്പോൾ അതിനെ പിടിച്ച് പോകാത്ത പോലെ എനിക്ക് തോന്നാറുള്ളത്. കാരണം ഹനാൻ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ കേസ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ കല്യാണത്തിൻ്റെ ആ സംഭവമൊക്കെ വന്നപ്പോൾ അതിനെ ഒന്നും കൂടുതൽ പിടിച്ച് പോയിട്ടില്ല. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പിടിച്ചു പോയിട്ടില്ല. പക്ഷെ പറയാത്ത കാര്യങ്ങൾ പോലും ഞാനൊരു വീഡിയോയിൽ, നമ്മുടെ തന്നെ ഒരു വീഡിയോയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് എന്തോ അവിഹിതമുണ്ടെന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് ആര് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കണ്ടന്റ് ഇട്ട് തന്നാൽ അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞു പോയി. അങ്ങനെ ഓൾറെഡി പുള്ളിക്കാരി അത് കണ്ടന്റ് ആക്കാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ആണ്. സോ പുള്ളിക്കാരിക്ക് ഇതിനെ പിടിച്ചു പോയ കുറെ കണ്ടന്റുകൾ കിട്ടും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പിടിച്ചു പോകാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഹനാന്റെ ഒക്കെ കേസസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷനുമായിട്ട് ഷഫീന ബീബി വരും. ഷഫീന ബീബിയുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെ ഷഫീന ബീബി പറയുന്നുണ്ട്. അപ്പം എന്തായാലും DNA കേസ് കഴിഞ്ഞപ്പോൾ അടുത്തത് ഇതാണ് വന്നിട്ടുള്ളത്.
അപ്പം ഇത് എന്തായാലും രേണു അടപടലം പൊട്ടിക്കൊണ്ടിരിക്കുവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം കൂടുതലായിട്ടും എന്താ പറയുക, ഇപ്പൊ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ വേറൊരു ആ വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. അപ്പം അത് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അതും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് കുറേ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ അതെന്തായിട്ട് ആ ഒരു വീഡിയോ ഞാൻ എന്തായിട്ടും ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ രേണു സുധിയുടെ ഭാഗത്തു നിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും അവരെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഫേക്ക് ആണോ അല്ലാത്ത അക്കൗണ്ട് ആയിട്ട് പിൻ ചെയ്ത് വെക്കുകയും ഇപ്പം റിപ്ലൈ അങ്ങനെ ചുമ്മാ അങ്ങ് റിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ചാറ്റ് ലീക്ക് ആയതുപോലെയൊക്കെ വരും. അപ്പം നമുക്കിനി നമ്മുടെ രേണു സുധിയുടെ അക്കൗണ്ടിൽ വന്ന കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. ഓക്കെ, ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ രേണു സുധി ഇപ്പം ഓരോ കമന്റ്സ് എടുത്തിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചാറ്റിന് റിപ്ലൈ തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓരോ ചെറിയ കമന്റ്സിനും ഇപ്പൊ വേണ്ട റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. നിർത്തിപ്പോന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞൊരു കാര്യമാണിത്. ഇനി അടുത്ത ഒരു കമന്റിനുള്ള ഒരു റിപ്ലൈ നമുക്ക് നോക്കാം. കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? പാട് പാട്. യോ യോ കടലിന്റെ മക്കളാ കടലിന്റെ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഇത് എനിക്കും തോന്നാറുള്ളതാണ്. ആൻഡ് ഓൾസോ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടാണ്, റീച്ച് കുറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ട്രോഫിയോ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുള്ള എന്തെങ്കിലും ഒരു റീലോ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ കാണിക്കലോ. സോ അത് ഇപ്പം വീണ്ടും വീണ്ടും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം എന്തായാലും നമുക്കറിയാവുന്ന ഒരു കാര്യം, കുറേ ആൽബത്തിൻ്റെ ഷൂട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രൊമോഷൻസോ സംഭവങ്ങളോ ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഒരു ഫോട്ടോയും എടുത്തു പൊക്കിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ അതാര് കമന്റ് ഇട്ടാലും അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ സാധനത്തിന് വരെ ഇപ്പൊ റിപ്ലൈ കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനും ഈ ഒരു സംഭവത്തിനും റിപ്ലൈയുമായിട്ട് രേണു ഉറപ്പായിട്ടും വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റിപ്ലൈ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഷഫീന ബീബി തന്നെ എന്തായാലും പൊളിച്ചോണ്ട് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രേണു സുധി ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമുക്കറിയാം. സോ രേണു സുധിയുടെ കണ്ടന്റും രേണു സുധിയുടെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താണ് നമുക്കിതിൻ്റെ ഇതിപ്പം എല്ലാവരും തന്നെ എടുത്ത് ഈ ഒരു സംഭവത്തെ ഇപ്പൊ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ബോംബ് പോലെ ആയിട്ടുണ്ട്. അപ്പം പല ചാനൽസിലും ഇപ്പം ഇതിന്റെ റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും രേണു സുധിക്ക് ഇതിനെതിരെ എന്താ പറയാ മിണ്ടാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് രേണു സുധിയിൽ ഇപ്പോഴായിട്ട് കണ്ട ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ഇങ്ങനെ തെറി പറയുക, പച്ചയ്ക്ക് തെറി പറയുക അല്ലെ, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഇടയ്ക്കായിട്ട് 2-3 വീഡിയോസിലൊക്കെ ഇങ്ങനെ തെറി പറയുന്നു. ഇപ്പം ഞാനിപ്പോ കാണിച്ചില്ലേ ആ വീഡിയോയിൽ ഇങ്ങനെ തെറി പറയുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ രേണു സുധിക്ക് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോ രേണു സുധി മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് ആ ഒരു സംഭവമൊക്കെ കുറെ പേര് സംസാരിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചും പുള്ളിക്കാരി ഒന്നും റിപ്ലൈ തന്നിട്ടില്ല. പിന്നെ അബോർഷന്റെ കാര്യങ്ങളെ കുറിച്ച് തന്നിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് തരുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു എക്സ്പ്ലനേഷൻ ഇല്ലാത്തതിന് തരത്തില്ല. ബട്ട് അതിലൊക്കെ പോകുന്ന ഈ ചെറിയ വീഡിയോസും അല്ലെ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നല്ല രീതിക്ക് ഇപ്പൊ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആൻഡ് സബ്സ്ക്രിപ്ഷനിൽ മാത്രമല്ല രേണു സുധി, നമ്മളൊക്കെ വിചാരിച്ചത് സബ്സ്ക്രിപ്ഷൻ മാത്രമായിരിക്കും രേണുവിന്റെ പരിപാടി, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിലുള്ളതാണ്. ഇപ്പൊ പലവരും വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ ലൈക്ക് ഇങ്ങനെ പോൺ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയല്ല, ചെറിയ കുറച്ചുകൂടെ എക്സ്പോസീവ് ആയിട്ട് ചെയ്യുന്ന നമ്മുടെ നിമിഷ ബിജു അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ എടുത്തിട്ട് റിപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണു സുധി എന്ത് ബെറ്റർ ആണ് അങ്ങനെയാണ്. ബട്ട് എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഷഫീന ബീബി ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് ഉറപ്പായിട്ടും വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും രേണുവിന് പറയാനുള്ളതും ഷഫീനയ്ക്ക് പറയാനുള്ളതും ഒക്കെ അടുത്തൊരു അടി ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്തായാലും നല്ല രീതിക്ക് എല്ലാവരും തന്നെ എടുത്ത് അല്ലക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രേണു എന്തായാലും റിയാക്ട് ചെയ്യും, പിന്നെ ഷഫീന റിയാക്ട് ചെയ്യും, പിന്നെ മുഴുവനായിട്ട് ചാറ്റ് ലീക്ക് ആകുമായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.